സുജേട്ടാ നമസ്കാരം. നമസ്കാരം. സുജേട്ടാ, ഒരു വലിയ വാർത്ത ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന് പല തിങ്ക് ടാങ്കുകളും പാകിസ്ഥാനിലുള്ള പല ആ, യുദ്ധ വിദഗ്ധരും പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയുമായിട്ട് യുദ്ധത്തിന് പോകരുത്, നിങ്ങൾ കാണുന്ന പഴയ ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പവർ എന്ന് പറഞ്ഞാൽ ഇപ്പോ അൺഇമാജിനബിൾ ആണ്, ഇൻഫിനിറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. വിത്ത് പ്രൂഫാണ് അവർ സമർത്ഥിക്കുന്നത്. ബ്രഹ്മോസ് മിസൈലിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ഇന്ത്യയുടെ ശക്തിയും പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ബാലി സുഗ്രീവൻ യുദ്ധം പോലെയാകും. കാരണം ഈ പാകിസ്ഥാന്റെ പകുതി ശക്തിയോടെ ഇന്ത്യക്ക് കിട്ടുമെന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ പാകിസ്ഥാൻ ഇത് മനസ്സിലാക്കി യുക്രൈൻ യുദ്ധമുറ ആവിഷ്കരിക്കാൻ ഒരുങ്ങുന്നു. ഇത് നമ്മൾ ഒരു 6-7 മാസം മുമ്പ് ചർച്ച ചെയ്ത കാര്യമാണ്. ആവിഷ്കരിച്ചേക്കും എന്നുള്ള വാർത്തയാണ് ആ സമയത്ത് വന്നത്. യുക്രൈന്റെ യുദ്ധമുറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡ്രോൺ ആക്രമണമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ റഷ്യ വിറച്ചുപോയി. യുക്രൈന്റെ ഡ്രോൺ ആക്രമണം, എണ്ണ സംഭരണശാലകളെല്ലാം തകർത്ത് തരിപ്പണമാക്കി യുക്രൈൻ. അപ്പോ റഷ്യയിൽ ഇപ്പൊ കനത്ത ഇന്ധന പ്രതിസന്ധിയൊക്കെ ഉണ്ട്. അതുമൂലം 1 കോടി ഡ്രോണുകൾ ഈ യുക്രൈൻ ലോഞ്ച് ചെയ്യും എന്നൊക്കെയാണ് യുക്രൈൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം S-400 അതിനെ തകർക്കാനും കഴിയുന്നില്ല. ഈ S-400 സംബന്ധിച്ച് പറയുകയാണെങ്കിൽ S-400 റഷ്യയിൽ ഒരു പരാജയമാണെന്ന് ലോകമാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട്. അതേ S-400 നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് വർഷം നമ്മൾ സുദർശൻ ചക്രം ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോൾ നിലവിൽ ഇന്ത്യക്കെതിരായ പരാജയപ്പെട്ട ഡ്രോൺ ആക്രമണങ്ങൾക്ക് ശേഷം യുക്രൈൻ പാകിസ്ഥാൻ സൈന്യത്തിന് ഡ്രോൺ ആക്രമണങ്ങളിൽ പരിശീലനം നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ യുക്രൈൻ നേരിട്ട് ഇന്ത്യയിലേക്ക് പാകിസ്ഥാനെ ആക്രമിക്കാനായി പരിശീലിപ്പിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഡ്രോൺ ആക്രമണമാണ്, യുക്രൈൻ വിജയിച്ച ഒരു ആക്രമണമാണ്. അപ്പോൾ റഷ്യക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇത് കടന്നുപോയത്. അപ്പൊ യുക്രൈൻ നേരിട്ട് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ പല ജാംനഗർ റിഫൈനറി, നമ്മുടെ ഡൽഹി, നമ്മുടെ പല ഇൻഡസ്ട്രിയൽ സിറ്റീസ്, മുംബൈ അടക്കമുള്ള സാമ്പത്തിക മേഖലയെ പിടിച്ചു നിർത്തുന്ന സിറ്റീസ്, ഇതിനെല്ലാം ആക്രമിക്കുമെന്ന് നേരത്തെ തന്നെ പാകിസ്ഥാൻ പറഞ്ഞിട്ടുള്ളതാണ്. പോലെ തന്നെ പാകിസ്ഥാന്റെ മന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത് സിന്ധു നദീജല കരാറിൽ തൊട്ടാൽ ആ കൈ ഞങ്ങൾ വെട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു നീക്കം നടത്താനുണ്ടായിരിക്കുന്ന അവരുടെ ഒരു ചേതോ വികാരം എന്തായിരിക്കും? പല ആൾക്കാരും പറയുന്നത് ഇന്ത്യ ഇങ്ങനെ പറയുക മാത്രമേ ഉള്ളൂ, പാകിസ്ഥാൻ പറയുക മാത്രമേ ഉള്ളൂ, ഒരു യുദ്ധത്തിലേക്ക് പോകില്ല എന്നുള്ളതും. പക്ഷെ രണ്ടു പക്ഷവും വലിയ രീതിയിൽ തയ്യാറെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിന് എന്തായിരിക്കും ഇന്ത്യയുടെ ബദൽ എന്ന് ഞാൻ ചോദിക്കുന്നത് ശരിയല്ല, എങ്കിലും ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ ബദൽ എന്തായിരിക്കും എന്ന് ഇന്ത്യ അടിയിൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കൂ. ഇന്ത്യക്ക് ഒരു പ്ലാൻ എയും ഇന്ത്യക്ക് ഒരു പ്ലാൻ ബി ഒക്കെ കാണും. അപ്പൊ ആ സാഹചര്യത്തിൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും റഷ്യ പോലും പരാജയപ്പെട്ട ഈ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യ എങ്ങനെയായിരിക്കും ഇതിനെ നേരിടാനായിട്ട് ഒരുങ്ങുന്നത്? നമ്മുടെ ഒരു അസംഷൻ. ഇപ്പോ 2-3 പ്രസ്താവനകളിലേക്ക് നമുക്ക് ആദ്യം തന്നെ പോവാം. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു പ്രസ്താവനയുണ്ട്. അതിൽ അവർ പറയുന്ന കാര്യം, ചൈനയെ പിടിച്ചു കിട്ടാൻ ലോകത്ത് ശക്തിയുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ്. അതായത് കൃത്രിമ ബുദ്ധിയിൽ AI പിടിച്ചു കെട്ടാൻ കഴിയുന്നത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. അത് ചൈന, അത് അമേരിക്ക അഡ്മിറ്റ് ചെയ്യുകയാണ്. അത് വേറൊരു ആർക്കും പറ്റില്ല. അത് കൂടാതെ ഇന്ത്യ കുറച്ചു നാൾക്ക് മുമ്പ് ഒരു ഡ്രോണിന്റെ സ്ക്വാഡ്രൺ രൂപീകരിക്കുക മാത്രമല്ല, ഡ്രോണുകൾക്ക് പറന്നിറങ്ങാനുള്ള, ആളില്ലാ വിമാനങ്ങൾക്ക് ഇറങ്ങാനുള്ള ഒരു റൺവേയും നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്രത്തോളം ബഹുദൂരം മുൻപോട്ട് പോയിരിക്കുന്നു ഈ ഡ്രോൺ അറ്റാക്കിലും അതുപോലെ തന്നെ AI അറ്റാക്കിലും. AI ആയിരുന്നല്ലോ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിലെ താരം. എയർഫോഴ്സിനായാലും നമ്മുടെ ആർമിക്കായാലും നേവിക്കായാലും ഒക്കെ AI ഒരു സാങ്കേതികത്വത്തിന്റെ ഒരു ടെസ്റ്റ് ഡോസും കൂടി ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ആ ഒരു സ്ട്രൈക്കുകൾ, അല്ലെങ്കിൽ ആ ഒരു അടി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഏതായാലും അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം റഷ്യയുടെ വിദേശകാര്യമന്ത്രി മരിയ സഖറോവ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ പറഞ്ഞത് ഈ നാറ്റോ രാജ്യങ്ങൾ ഉക്രൈനെ ഒരു പരീക്ഷണ വേദിയാക്കുകയാണ്. അതായത് ഈ നാറ്റോ രാജ്യങ്ങളുടെ ആയുധങ്ങൾ ഉക്രൈൻ നൽകിക്കൊണ്ട് ഉക്രൈനെ കൊണ്ട് റഷ്യ അടുപ്പിക്കുകയാണ്. അപ്പൊ റഷ്യക്ക് എന്തതിൽ ചെയ്യാൻ കഴിയും, എങ്ങനെയാണ് ഇവരുടെ പരീക്ഷണ വസ്തുവും കൂടെ, അതായത് ഈ ആക്രമിക്കുമ്പോൾ ഇതിന്റെയൊക്കെ ഒരു പവർ അറിയുകയും ചെയ്യാം. അതിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യിക്കുകയാണ് എന്നാണ് അവരുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. ഒരാഴ്ചക്ക് മുമ്പ് ഇസ്രായേലിന്റെ അംബാസഡർ അദ്ദേഹം പറഞ്ഞ കാര്യം, ഇനി ഇവന്മാരുടെ ലക്ഷ്യം, അദ്ദേഹം പറഞ്ഞത് ഹമാസ്, ഈ ഡ്രോണുകൾ അറ്റാക്ക് നടത്താൻ വിദഗ്ധന്മാർ ഹമാസ് ആയിരുന്നു. ഈ ഹമാസ് മോഡലാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ട്രൈ ചെയ്ത ഒരു സാധനം. അപ്പോൾ ഇവന്മാർ ഇനി ലക്ഷ്യം വെക്കുന്നത് ദില്ലിയും മുംബൈയും ആയിരിക്കുമെന്ന് പറഞ്ഞത് ഇസ്രായേലിന്റെ അംബാസഡറാണ് ഇന്ത്യയിൽ പറഞ്ഞത്. കാരണം അവർ ബംഗ്ലാദേശിൽ, അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇമ്പോർട്ടന്റ്, ബംഗ്ലാദേശിലും ഒപ്പം തന്നെ ഈ പറയുന്ന പാകിസ്ഥാനിലും രണ്ടിടത്ത് നിന്നിട്ട് പണി വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇതിനിടയിൽ ഇന്ത്യയുടെ ഒരു നീക്കം നമ്മൾ ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ശ്രദ്ധിച്ചറിയാം. നമ്മൾ തദ്ദേശപരമായിട്ടുള്ള നമ്മുടെ ആയുധങ്ങൾ വികസിപ്പിക്കുന്നു എന്ന് മാത്രവുമല്ല, രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇസ്രായേലിന്റെ പക്കൽ നിന്നും ഫ്രാൻസിന്റെ പക്കൽ നിന്നുമാണ് കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നത്. കാരണം നമ്മളുടെ ഒരു 60% ആയുധങ്ങളും റഷ്യയുടെ ആയുധങ്ങളാണ്. അതിന്റെ ഒരു കണക്കൂട്ടലിലാണ് ഈ പറയുന്ന പാകിസ്ഥാൻ ഈ കാൽക്കുലേഷൻ മുഴുവൻ
അതായത് റഷ്യയെ നമ്മൾ ആക്രമിച്ചു, അപ്പൊ റഷ്യക്ക് അതിനെ തടയാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതേ മെത്തേഡാണ് ഇവിടെ. പക്ഷെ അതിൽ ഒരു തെറ്റുണ്ട്. കാരണം ഈ ഇന്ത്യ ഉപയോഗിച്ച് S-400 ലോകത്ത് ഒരുപാട് പേര് ഡിമാൻഡ് ചെയ്തു. റഷ്യ തന്നെ ഇന്ത്യയുടെ പക്കലുള്ള S-400 തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നു. കാരണം റഷ്യ ഈ ആയുധങ്ങൾ S-400 ഇന്ത്യക്ക് നൽകിയപ്പോൾ അതിന്റെ സോഴ്സ് കോഡ് അടക്കമാണ് നൽകിയത്. ഇപ്പോൾ റഷ്യയുടെ ആയുധങ്ങൾ നൽകുന്നതിനൊക്കെ സോഴ്സ് കോഡ് അടക്കമാണ്. ഈ സോഴ്സ് കോഡ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്തു മാറ്റങ്ങൾ വേണമെങ്കിലും വരുത്താനും നമുക്ക് വേണ്ട ടെക്നോളജികൾ അതിൽ രൂപപ്പെടുത്തിയെടുക്കാനും കഴിയും. ഇത് തന്നെയാണ് നമ്മൾ റഫാലിന്റെ കേസിലും. കാരണം കൂടുതൽ മിസൈലുകൾ അതിൽ സജ്ജീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് സോഴ്സ് കോഡല്ല ഇപ്പൊ നിർമ്മാണം തന്നെ ഇന്ത്യയിലാണ് നടക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും. അപ്പം നമ്മൾ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ ശത്രു രാജ്യത്തിന് ഒരിക്കലും പിടുത്തം കിട്ടരുത്. ഇവരുടെ കയ്യിലുള്ള വെപ്പൺസിന്റെ പവർ എന്താണ് എന്നുള്ളത് പിടുത്തം കിട്ടരുത്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഇപ്പൊ ഇസ്രായേലിന്റെ ആയാലും ഫ്രാൻസിന്റെ ആയാലും ഒപ്പം തന്നെ ഈ പറയുന്ന റഷ്യയുടെ ആയാലും ഒക്കെ ആയുധങ്ങൾ ഇവിടെ നിർമ്മിക്കുന്ന രീതിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതായത് പുറത്തുനിന്നല്ല. ഇന്നിപ്പോൾ ഡ്രോൺ നിർമ്മാണ രംഗത്ത് വലിയ രീതിയിൽ ഒരു കുതിച്ചാട്ടം നടത്താൻ കഴിഞ്ഞ ഒരു രാജ്യവും ഇന്ത്യ തന്നെയാണ്. നമ്മൾ കണ്ടതാണ് ഈ തുർക്കിയുടെ ഡ്രോണുകളൊക്കെയാണ് ഈ ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ പയറ്റി തെളിഞ്ഞത്. പക്ഷെ അത് പരാജയപ്പെട്ടത് ഇന്ത്യയുടെ അടുത്താണ്. അതും ഈ പറയുന്ന റഷ്യയെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ S-400-നെയാണ്. അവിടെയാണ് ഉക്രൈന്റെ ആയുധങ്ങൾ നേരിട്ട് എത്തിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങുമ്പോഴൊക്കെ ഈ അമേരിക്കൻ പക്ഷപാതികളായിട്ടുള്ളവർ വന്ന് പറയും ഉക്രൈൻ എന്തുകൊണ്ട് പിന്തുണച്ചില്ല. ഉക്രൈൻ ഒരു കാലത്തും ഇന്ത്യക്കൊപ്പം നിൽക്കാത്ത ഒരു രാജ്യമാണ് ഉക്രൈൻ. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്കെതിരെ വരുന്ന പ്രമേയങ്ങളെ ആദ്യം പിന്തുണച്ച് രംഗത്തെത്തുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഈ ഉക്രൈനാണ്. ആ ഉക്രൈനെ നമ്മൾ പിന്തുണയ്ക്കണമെന്നാണ് ഇവർ പറയുന്നത്. അതായത് ട്രംപ് എന്ത് പറയുന്നു അത് കേൾക്കണം, അമേരിക്ക എവിടെ നിൽക്കുന്നു അവിടെ നിൽക്കണം എന്നാണ് ഇവരുടെ ഒരു ഇത്. അപ്പം ഇവിടെയാണ് അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് നമ്മൾ തദ്ദേശം. അതുമാത്രമല്ല, ഇന്നലെ അരുണാചൽ പ്രദേശിൽ നമ്മുടെ ഒരു വലിയ സൈന്യാഭ്യാസം ആരംഭിച്ചിട്ടുണ്ട്. അരുണാചൽ പ്രദേശ് ബോർഡറിൽ നമ്മുടെ ഒരു സംയുക്ത സൈന്യാഭ്യാസവും ആരംഭിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു വലിയ യുദ്ധത്തിന് തന്നെയാണ് തയ്യാറെടുക്കുന്നത്. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ നിരന്തരമായിട്ട് പ്രകോപനം നടത്തിക്കൊണ്ടിരിക്കുക. ഖാജ ആസിഫ്, ഇന്ന് അവരുടെ മറ്റൊരു മന്ത്രി, ഇങ്ങനെ അവരുടെ മന്ത്രിമാരെല്ലാം നിരന്തരം. ഇനി വരാനുള്ളൊരു താരം കൂടിയുണ്ട്, അത് മുനീറാണ്. മുനീറിന്റെ ഒരു പ്രസ്താവന കൂടെ വരും. അതായിരിക്കും അവസാനത്തെ ഒരു പ്രസ്താവന എന്ന് എനിക്ക് തോന്നുന്നു. ഇതേ രീതിയിൽ വരുന്നു. അതായത് അവർ വലിയ രീതിയിൽ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളത് ഇന്ത്യക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി ആയാലും മറ്റുള്ളവരായാലും ഒരുപാട് തവണ വാണിംഗ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കും. ഇനി നമ്മുടെ സേനാ മേധാവികൾ തന്നെ പറഞ്ഞു ഇനി മുട്ടാൻ വരരുത്, വന്നാൽ നിങ്ങളെ ഞങ്ങൾ തീർത്ത് കളയും എന്ന് പറയുന്നതിന് കാരണം അവർ സജ്ജമാകുന്നു എന്നുള്ളത് ഇന്ത്യക്ക് വളരെ വ്യക്തമാണ്. അത് അവർക്ക് വരാതിരിക്കാൻ കഴിയില്ല. അതിനിപ്പോ അവർക്കൊരു കാരണം കൂടെ ഉണ്ട്. ഈ സിന്ധു നദീജലമാണ് കാരണം. അതിനിപ്പോൾ അവരെന്റെ ബേസ് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയ വഴി സിന്ധു നദീജലത്തിന് വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസർമാരെയും അതുപോലെ സോഷ്യൽ മീഡിയയിൽ 10 ലൈക്ക് കൂടുതൽ കിട്ടുന്നവന്മാരെയൊക്കെ വെച്ചിട്ട് ലേഖനങ്ങൾ എഴുതി വിടുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ്, ഒരു ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടാണ്. അതിങ്ങനെ എല്ലായിടത്തേക്കും സർക്കുലേറ്റ് ചെയ്യുക. അടുത്ത ഭാഗമായിട്ട് ഇത് വരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉക്രൈൻ നേരിട്ടാണ് ഈ പറയുന്ന ഡ്രോൺ പരിശീലനം കൊടുക്കാനായിട്ട് പാകിസ്ഥാനിൽ എത്തിയത് എന്നുള്ളതാണ്. ഇവിടെയാണ് ഇന്ത്യ ഇസ്രയേലുമായി കൂടുതൽ അടുക്കുന്നത്. കാരണം ഈ ഡ്രോണുകളെ തടുക്കാൻ മറ്റു രാജ്യങ്ങൾ ഇസ്രയേലിനെ പോലുള്ളവരുടെ സാങ്കേതിക, കാരണം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ജയിച്ചത് റഷ്യയുടെ S-400 മാത്രം വെച്ചിട്ടായിരുന്നില്ല. അതിനകത്ത് നമ്മൾ ഇസ്രയേലിന്റെ ആയുധങ്ങളും ധാരാളമായി നമ്മൾ യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ ഫ്രാൻസിന്റെ ആണല്ലോ റഫാൽ, അതായിരുന്നല്ലോ അല്ലാതെ താരം ഓപ്പറേഷൻ സിന്ദൂർ. അപ്പൊ നമ്മൾ പല രാജ്യങ്ങളുടെ ആയുധങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം കൂടിയാണ്. ഇവിടെയാണ് ഇന്ത്യയെ മറികടക്കാൻ വേണ്ടിയിട്ട് കാരണം പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ദൂർ മുതൽ സ്വീകരിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം. അവർ മറ്റു രാജ്യങ്ങളുടെ യുദ്ധ മെത്തേഡുകളാണ് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുന്നത്. ഹമാസിന്റെ മെത്തേഡായിരുന്നു അവർ ഈ ഡ്രോൺ ആക്രമണത്തിലൂടെ ഓപ്പറേഷൻ സിന്ദൂറിൽ അവർ പ്രയോഗിച്ച ഒരു തന്ത്രം. ഇപ്പോൾ ഉക്രൈൻ പരീക്ഷിച്ച് വിജയിച്ച അവരുടെ ഡ്രോൺ ആക്രമണ രീതിയാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ പയറ്റാനുള്ള ശ്രമം നടത്തുന്നത്. പക്ഷെ ധനുഷ് പറഞ്ഞത് ശരിയാണ്. കാരണം നമ്മുടെ സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ ആയുധബലവും മാത്രമല്ലല്ലോ, അത് ഉപയോഗിക്കുന്ന സമയം, അതിന്റെ തന്ത്രങ്ങൾ, ഇതെല്ലാം അതിനൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആരെങ്കിലും കരുതിയോ പാകിസ്ഥാനുമായിട്ട് ഒരു അടി ഉണ്ടായാൽ 3 ദിവസത്തിനുള്ളിൽ അത് അവരെ ചുരുട്ടിക്കെട്ടാൻ പറ്റുമെന്ന്? അവർ ആണവ ആയുധ രാജ്യമാണ്. ഇന്ത്യയെ പോലെ പലരും പറഞ്ഞില്ലേ, അവർ ആണവ രാജ്യമാണ്. അവരെടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എത്ര ലക്ഷം പേര് ചാകും. എന്നിട്ടുണ്ടെങ്കിൽ അവർ അനങ്ങിയോ? ഇല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഴിക 40 മൈക്ക് കെട്ടി എല്ലായിടത്തും പറഞ്ഞില്ലേ, ഇനി അവൻ ജീവിതത്തിൽ ആണവായതൊന്നും പറയത്തില്ല, അതിനുള്ള പണി നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോ ഈ രീതിയിലേക്ക് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ? നമ്മളുടെ പോലും, ഞാനും ധനുഷ് ഉൾപ്പെടെ നമ്മൾ പോലും ചിന്തിച്ചോ എന്താണ് ഈ പാകിസ്ഥാനോട്ട് ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര നാൾ നിൽക്കും യുദ്ധം? കാരണം ഇതിനു മുമ്പുള്ള യുദ്ധങ്ങൾ അങ്ങനെയായിരുന്നു. ജവഹർലാൽ ജി
ഇന്ദിരാജി ഒക്കെ ഭരിച്ചപ്പോഴും യുദ്ധം ഉണ്ടായിരുന്നു, മാസങ്ങളോളം നീണ്ടുന്ന യുദ്ധം ഉണ്ടായിരുന്നു. നമ്മുടെ പട്ടാളക്കാർക്ക് കൊടിയ മരണം സംഭവിക്കുന്ന ജനങ്ങൾക്ക് ദുരിതം സംഭവിക്കുന്ന യുദ്ധം ഉണ്ടായിരുന്നു. അതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്, നമ്മുടെ ചരിത്രത്തിലുള്ളത്. ഇത്ര ദിവസം നീണ്ടുന്ന യുദ്ധം, അവിടെ നമുക്ക് ആ സ്ഥലം നഷ്ടപ്പെട്ടു, ഇത്ര പട്ടാളക്കാരെ നഷ്ടപ്പെട്ടു, ഇത്ര പേര് പട്ടിണിയായി, ഇത്ര പേര് മരിച്ചു, ഇതൊക്കെയായിരുന്നു നമ്മൾ കേട്ടോണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കേവലം 6 ജവാന്മാർക്ക് വീരമൃത്യു വരിച്ചു. സിവിലിയൻസിന് ഒരാൾക്ക് പോലും ഒരു ജീവഹാനിയും നേരിട്ടില്ല. നമ്മൾ അടിച്ചു ചുരുട്ടിയില്ല 3 ദിവസം കൊണ്ട്. അതായത് ആ ഒരു കപ്പാസിറ്റി ഉള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കരുത്ത്. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്കാണ്, ഒരുപക്ഷെ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ലോക രാജ്യങ്ങൾ തന്നെ ഞെട്ടിയ ഒരു സംഭവമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അവർ പറയുന്നത് ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു ആണവ രാജ്യത്തെ മറ്റൊരു ആണവ രാജ്യം ആക്രമിക്കുന്നത്. ലോകത്തെങ്ങും ആണവ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാറില്ല, അപ്പൊ തന്നെ അത് കോംപ്രമൈസ് ആകുക ചെയ്യുന്നു. ഒരു ആണവ രാജ്യം മറ്റൊരു ആണവ രാജ്യത്തെ അടിക്കുന്നത് ലോകത്ത് ആദ്യ സംഭവം. അതും സംഭവിച്ചില്ലേ? അപ്പോൾ ഈ ഡ്രോണുകളുടെ ഒരു വിപുലമായ ശേഖരവും അതിനെ തടുക്കാനുള്ള സംവിധാനം അയൺ ഡോം ആണ് ഇപ്പോൾ നമ്മൾ പുതിയതായി ഇസ്രായേലുമായി വെച്ചിരിക്കുന്ന കരാർ. ഇപ്പോൾ ഇന്ത്യ കരാർ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങളോളം ഇല്ല കാത്തിരിക്കുന്ന ഒരു രീതിയല്ല, അതിനെ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ഒരു സംവിധാനത്തിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം കൂടി ഉണ്ട്. 2 പക്ഷം യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കും. പക്ഷെ ഒരു കാര്യം ഇപ്പോഴും നമ്മൾ ഉറപ്പിച്ച് പറയുന്നു, ഇനി ഒരു യുദ്ധം പഴയതുപോലെയല്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് നമ്മൾ 72 മണിക്കൂർ കൊണ്ടാണ് അവന്മാരെ അടിച്ചു ചുരുട്ടിയതെങ്കിൽ ഇനി അത് കുറച്ചുകൂടി നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ സാധ്യത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് ആണത്. നമ്മുടെ കരസേനാ മേധാവി പറഞ്ഞു കുറഞ്ഞത് ഒരു 5 വർഷത്തേക്കെങ്കിലും നമ്മൾ യുദ്ധത്തിന് തയ്യാറെടുക്കണം. അദ്ദേഹം പറഞ്ഞ 5 വർഷം യുദ്ധം നീണ്ടു നിൽക്കുമെന്നുള്ളതല്ലാതെ യുദ്ധവും യുദ്ധാനന്തര കെടുതികളും എന്നുള്ളതും യുദ്ധത്തിന്റെ കാറ്റഗറി തന്നെയാണ് വരുന്നത്. ഒരു യുദ്ധം ഉണ്ടാകുന്നു, ആ യുദ്ധത്തിൽ സംഭവിക്കുന്ന കെടുതികളിൽ നിന്ന് നമ്മൾ കരകയറാൻ കുറെ ടൈമുകൾ എടുക്കും. അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് അദ്ദേഹം ഒരു 5 years എന്ന് പറഞ്ഞത്. ഇവിടെ സംഭവിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ റീസെന്റ് നടന്ന യുദ്ധങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇറാൻ ആയാലും പിന്നെ ഇസ്രായേലിലെ ഹിസ്ബുള്ള ഹമാസോ ആയാലും ലോകത്തിന്റെ റഷ്യ ഉക്രൈൻ ആയാലും ഇതൊക്കെ നമ്മൾ കണ്ടുവരുന്നത് ഡ്രോൺ അറ്റാക്കുകളാണ്. ഈ ഡ്രോണിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറഞ്ഞ ഒരു ആയുധമാണ് ഡ്രോണുകൾ. അത് ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണമാണ്. ഈ ഡ്രോൺ നിർമ്മാണത്തിലും ഡ്രോൺ ഉപയോഗത്തിലും ഈ ഡ്രോണിന്റെ പ്രതിരോധ സംവിധാനത്തിലുമൊക്കെ ബഹുദൂരം മുന്നിൽ പോയിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണല്ലോ ഇന്നലെ അമേരിക്കയുടെ തന്നെ ഔദ്യോഗികമായ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് ചൈനയെ വെല്ലുവിളിക്കാൻ. കാരണം ചൈനയാണ് ഈ ഒരു മേഖലയിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യം. പക്ഷെ അവരുടെ ഡ്രോണുകൾ പരീക്ഷിച്ച് ഇതുവരെ വിജയിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ ആളില്ലാ വിമാനങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൽ യഥേഷ്ടം പരീക്ഷിക്കുകയും ചെയ്തിരുന്നതാണ്. ഇവിടെയാണ് നമുക്കുണ്ടാകുന്ന ഒരു സ്ട്രെങ്ത്. പക്ഷെ ഇത്തവണത്തെ നമ്മുടെ ഒരു അടിക്ക് പോകുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ പാകിസ്ഥാൻ ആണെങ്കിൽ മറു സൈഡിൽ നമുക്ക് ബംഗ്ലാദേശിൽ നിന്ന് പിന്തുണ കൊടുക്കുന്ന ചൈനയും ഒരുപക്ഷെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. കാരണം നമ്മളൊറ്റയ്ക്കും നമുക്ക് എതിർപക്ഷത്ത് പലരും ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരും. ഇവിടെയാണ് നമ്മൾ ഇസ്രായേലുമായി കുറച്ചുകൂടി കൂടുതൽ അടുക്കുന്ന ഒരു കാഴ്ച, അഫ്ഗാനിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്ന ഒരു കാഴ്ച, അർമേനിയയുമായി കൂടുതൽ അടുക്കുന്ന ഒരു കാഴ്ച, റഷ്യയുമായിട്ട് നമുക്ക് നേരത്തെ തന്നെയുള്ള ഒരു ബന്ധം, ഇവിടെ എല്ലാമാണ് ഇതിന്റെ ഒരു കാര്യപരിക്കുന്നത്. കാരണം ഇനി ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ അത് കേവലം ഇന്ത്യ പാകിസ്ഥാനിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ എന്നറിയില്ല. കാരണം ഇന്ത്യ പാകിസ്ഥാനിൽ മാത്രമായിരിക്കും ആ യുദ്ധത്തിന്റെ കേന്ദ്രം. പക്ഷെ ആ യുദ്ധത്തിൽ ഒരുപാട് രാജ്യങ്ങൾ പങ്കെടുക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്.